ഉസ്താദ് മുഹമ്മദ് അസരി ആണ് ഈ വിഷയത്തിനകത്ത് ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രസ്താവനകൾ നടത്തിയത്. ആ സംഭാഷണത്തിലേക്ക് അല്ലെങ്കിൽ ആ ബൈറ്റിലേക്ക് ഒരു പ്രാഥമിക അറിവുകളുമില്ല. ഒരു ചെറിയ അസുഖമായ ഓടി ഹോസ്പിറ്റലിലേക്ക്, ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക്, ഈ ആന പേര് എന്നിട്ട് വല്ല ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. ഏത് ഹോസ്പിറ്റലാ പറ്റത്? ആനന്റെ പ്രസവത്തിന് അത്ര അടങ്ങ കുറിച്ച പ്രസവം വേറെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ ഹോസ്പിറ്റലിൽ പറ്റിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് 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 അല്ലാഹ്. പൂച്ച 6 പെറുന്നു, ആട് പെറുന്നു 2, 3, 4. നായ 3 മാസം പെറുന്നു. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. ഗർഭം ഒരു രോഗമല്ല. രോഗികളെ കൂട്ടത്തിലേക്കാണ് ഹോസ്പിറ്റലിൽ. ചില ഹോസ്പിറ്റലിൽ പ്രസവിക്കാനായിട്ട് ഹോസ്പിറ്റൽ. സുബ്ഹാനല്ലാഹ്, ഇത്ര നല്ലൊരു ബിസിനസ് വേറില്ല. എന്തും പറയാം, പേടിക്കാൻ ആളുണ്ടല്ലോ. ഞങ്ങളതിനിട്ടില്ല. ജഫറൂലിയര് പെണ്ണുങ്ങൾ വെറ്റ് 2 വീട്ടിൽ നിന്ന്, എന്റെ പെണ്ണുങ്ങൾ 9 വെറ്റ് വീട്ടിൽ നിന്ന്. പുറത്ത് വിട് ഈ വിഷയമൊക്കെ, പുറത്ത് പോട്ടെ, ഇത് ഡേറ്റ് പിടിച്ചേക്കണ്ട, പുറത്ത് പോട്ട്. ഇതൊക്കെ 9 പ്രസവിച്ച് ഹോസ്പിറ്റൽ എന്ത് ഡോക്ടർ എന്ത് അറിയില്ല. എന്റെ ഭാര്യ ഏത് 1-ാം മാസം മുതൽക്ക് 10-ാം മാസം വരെ ഡോക്ടർ നമ്മൾ തന്നെ, വേറില്ല. ഒരു ഡോക്ടർ അറിഞ്ഞിട്ടില്ല, ഒരു പരിശോധന, സ്കാനിങ് ഒന്നുമില്ല. ഈ സ്കാനിങ് ഇവിടെ വന്ന കാലത്ത് ഭയങ്കര അപകടമായിരുന്നു. പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. സ്കാനിങ് സെന്ററിൽ ചെന്നിട്ട് സ്കാനിങ് ചെയ്യാൻ പറ്റില്ല, ഡോക്ടറെ സമ്മതം വേണം. ഇതിനത് സുബിനൂബിക്കാത്ത് ചെയ്യാൻ പോവാ, അപകടം വരും ചങ്ങായെ. ഈ രശ്മികൾ കടത്തിവിട്ടിട്ട് ഈ ഭ്രോണം കേടുവരും. 1-ാമത്തെ സ്കാനിങ്ങിൽ കുട്ടിന്റെ കിഡ്നി കേടുന്നു. 2-ാം സ്കാനിങ് പറയാണ് കുട്ടിയുടെ കിഡ്നിക്ക് കേടുണ്ട്. 1-ാമത്തെ സ്കാനിങ് നടന്നപ്പോ കുട്ടിയുടെ ബ്രെയിൻ കേട് വന്നു. 2-ാമത്തെ സ്കാനിങ്ങിൽ പറയുന്നു കുട്ടിയുടെ ബ്രെയിൻ കേടുണ്ട്, വെള്ളം നിറഞ്ഞു. അതാണ് എന്റെ ആദ്യത്തെ സ്കാനിങ് ആണ് ഈ മുസീബത്ത് മുഴുവൻ ഉണ്ടാക്കിയത്. ഇത് മനസ്സിലാക്കി വെച്ചോ. കുട്ടിയുടെ കുഞ്ഞു ഹൃദയം, ആ ഹൃദയം പ്രവർത്തിക്കുന്നില്ല. നിന്റെ സ്കാനിങ് കൊണ്ട് സംഭവിച്ചതാണത്. പ്രവർത്തിക്കാത്തത് സ്കാനിങ് കൊണ്ട് കണ്ടതല്ല, സ്കാനിങ് കൊണ്ട് പ്രവർത്തിക്കാതിരുന്നതാണ്. ഇതൊന്ന് ചിന്തിക്കുന്നത് നന്ന് മുസ്ലിമീങ്ങളെ. അള്ളാഹു എന്നൊരു സൃഷ്ടാവ് ഇതിന്റെ പിന്നിലുണ്ട്, ഒന്ന് ഓർക്കണത് നന്ന്. ഈ കാലം ഏതാ? നുഈബു സമാനനാ വൽഈബു ഫീനാ ഫമാലി സമാനിനാ ഐബുൻ സിവാനാ. ഈ കാലം ഏതാ? അന്നെ പോലത്തൊരുള്ള കാലം. ഇതാണ് ഈ കാലാണ്. മുമ്പത്തെ കാലം പോലെ മുമ്പത്തെ കാലം ഇപ്പത്തെ കാലമായിട്ട് മുമ്പത്തെ പ്രസവം തന്നെ ഇപ്പത്തെ പ്രസവം. ഞാൻ വിശദീകരിച്ച ഈ പൊതു സ്റ്റേജ് ആയതുകൊണ്ട് ഇപ്പൊ പറയാൻ വയ്യ. ഒരു വ്യത്യാസമില്ല. ഞങ്ങളെ ഭാര്യമാരൊക്കെ പ്രസവിച്ചില്ലേ? ജാഫർ സഖാഫിന്റെ ഭാര്യ എത്ര പറ്റണം? 5 വീട്ടിൽ തന്നെ, 2 കുട്ടികളിലൊക്കെ പ്രസവം വീട്ടുന്നത്. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ. എന്റെ മകളെ ഭർത്താവ് 2 വെറ്റ് പെരീന. ഒരു ഹോസ്പിറ്റൽ കണ്ടിട്ടില്ല, ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല. ഏത് ഗർഭമുണ്ട്, ഗർഭം തേരി അന്നോടാരെ ഇതിന് നിൽക്കാൻ പറഞ്ഞു. ഈ മുസീബത്താണെങ്കിൽ നസീറിന്റെ 6 ഭാര്യ കുട്ടി, എന്റെ അനുജന്റെ, എന്റെ അടുത്ത് പഠിച്ച മക്കളിൽ 90% ഇങ്ങനെ, കുടുംബത്തിൽ മൊത്തം അങ്ങനെ. ഒരു പ്രശ്നവുമില്ല. വീട്ടിൽ പ്രസവം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പ്രസംഗങ്ങളുടെ വൈറലായിരിക്കുന്ന വീഡിയോയുടെ ഭാഗം കൂടിയാണ് കണ്ടത്. മലപ്പുറത്തുനിന്ന് CV അനുമോദും ഒപ്പം കൂടുതൽ പ്രതികരണങ്ങൾ കൂടി വരുന്നു. പെട്ടെന്ന് തിരികെ എത്താം, ഇടവേളയ്ക്ക് ശേഷം.